ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം എന്ന വിഷയമാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇപ്പം നമ്മൾ മലയാളത്തിൽ ഏത് ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മുടെ പച്ചക്കറി തോണി എന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മിസ്സിന് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിലെ ബാക്കി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കിക്കേ മക്കളെ, കൂട്ടുകാർക്ക് ചിത്രത്തിൽ 2 വെജിറ്റബിൾസ് കാണാം അല്ലേ. ഏതൊക്കെയാണ് മക്കളെ? യെസ്, നമ്മുടെ മത്തനുണ്ട്. ഇതെന്താണ്? നമ്മുടെ മത്തങ്ങയാണ് അല്ലേ. പിന്നെ എന്താണുള്ളത് മക്കളെ? നല്ല ചുവന്നിരിക്കുന്ന തക്കാളിയും കൂട്ടുകാർക്ക് കാണാം അല്ലേ. ഓക്കെ മക്കളെ, മിസ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ മത്തൻ ഉണ്ടായിരിക്കുന്ന ചെടിയും അതുപോലെ തന്നെ തക്കാളി ഉണ്ടായിട്ടിരിക്കുന്ന ചെടിയും നോക്കിക്കേ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മക്കളെ? മത്തൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? നോക്കിക്കേ, ഒരു വള്ളിയിലാണ് അല്ലേ. എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? വള്ളിച്ചെടിയിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ തക്കാളി നോക്കിക്കേ മക്കളെ, അത്തരത്തിൽ വള്ളിയെ പോലെ നിലത്തൂടെ പടർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? അല്ല അല്ലേ. ഇങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെയാണ് എന്തുണ്ടായിട്ടുള്ളത്? തക്കാളി ഉണ്ടായിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ചില പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ കൂട്ടുകാർക്ക് വള്ളിയിൽ ഉണ്ടാകുന്നത് കാണാം അല്ലേ. ചിലതൊക്കെ എങ്ങനെയാണ്? തക്കാളി പോലെ ഇത്തരത്തിൽ ചെടിയിലായിട്ടാണ് മക്കൾക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ ടീച്ചർ മറ്റ് 2 ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മക്കളെ? ഇതെന്താണ്? കോവയ്ക്കയാണ് അല്ലേ. എന്താണ്? കോവയ്ക്കയാണ്. പിന്നെ കൂട്ടുകാർക്ക് എന്താണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? വെണ്ടയ്ക്കയുടെ ചിത്രമുണ്ട് അല്ലേ. മിസ് ചോദിക്കട്ടെ മക്കളെ, കോവക്ക കൂട്ടുകാർക്ക് വള്ളിയിലാണോ കാണാനായിട്ട് കഴിയുന്നത്, അല്ലെങ്കിൽ ചെടിയിലാണോ? കോവക്ക നമ്മൾ മത്തൻ കണ്ട പോലെ വള്ളിയിലാണ് കാണുക അല്ലേ. പക്ഷെ അത് മത്തനെ പോലെ നിലത്തിലൂടെയാണോ പടർന്നുണ്ടാവാറുള്ളത്? അല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു മരത്തിലേക്കൊക്കെ കയറ്റി വിടും, അല്ലെങ്കിൽ ഒരു വലയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളത് പടർത്തുക അല്ലേ. മത്തനാണെങ്കിൽ നിലത്തൂടെയാണ് എന്ത് ചെയ്യുക? പടർന്ന് പോവുക അല്ലേ. ഓക്കെ, ഇനി വെണ്ടയിലോട്ട് വന്നേ മക്കളെ. വെണ്ട എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഒരു ചെടിയിലാണ് എന്തുണ്ടാവുന്നത്? വെണ്ട ഉണ്ടാവുന്നത് അല്ലേ. അപ്പം അതായത് നമുക്ക് പച്ചക്കറികൾ വള്ളിയിലും ഉണ്ടാവാറുണ്ട്, അതുപോലെ ഇത്തരത്തിൽ ചെടിയിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. പിന്നെ കൂട്ടുകാർക്ക് മറ്റേതെങ്കിലും പച്ചക്കറികൾ ഇത്തരത്തിൽ നമ്മുടെ മത്തങ്ങ പോലെയോ അല്ലെങ്കിൽ കോവയ്ക്ക പോലെയോ വള്ളിയിൽ ഉണ്ടാവുന്നത് അറിയോ മക്കളെ? അറിയോ? നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ അല്ലേ. പൗഡർ പൂശി നടക്കുന്ന നമ്മുടെ കുമ്പളങ്ങ എങ്ങനെയാണ് മക്കളെ ഉണ്ടാവാറുള്ളത്? ഇത്തരത്തിൽ ചെടിയിലാണോ? വെണ്ടയും അതുപോലെ തന്നെ തക്കാളിയും പോലെ ചെടിയിലാണോ ഉണ്ടാവാറുള്ളത്? അല്ല അല്ലേ. അതെന്താണ്? വള്ളിയിലാണ് ഉണ്ടാവാറുള്ളത് അല്ലേ. വള്ളിച്ചെടിയിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ മക്കളെ, നമ്മുടെ പടവലങ്ങ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? വള്ളിച്ചെടിയാണ് അല്ലേ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള പാവയ്ക്ക എന്താണ്? വള്ളിച്ചെടിയിൽ ഉണ്ടാവുന്നതാണ് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വള്ളിയിലാര് ചെടിയിലാര് എന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യത്തെ കോളത്തിൽ കൂട്ടുകാരെന്ത് ചെയ്യണം? വള്ളിയിലുണ്ടാകുന്ന ചെടികളുടെ പേര് വേണം ഇവിടെ കോളത്തിൽ എഴുതാനായിട്ട്. പിന്നെ കൂട്ടുകാരെന്ത് ചെയ്യണം? തൊട്ടടുത്ത കോളത്തിൽ നമ്മുടെ തക്കാളി അല്ലെങ്കിൽ വെണ്ടയെപ്പോലെ ചെടിയിലുണ്ടാകുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകൾ വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? നമുക്ക് നോക്കാം ആരൊക്കെയാണ് നമുക്ക് വള്ളിയിൽ എഴുതാനായിട്ട് കഴിയുക. നോക്കിക്കേ, ഒന്ന് മത്തങ്ങ അല്ലേ നമ്മൾ പറഞ്ഞു. പിന്നെ കുമ്പളങ്ങ നമുക്ക് എഴുതാം, അതുപോലെ കോവയ്ക്ക, പാവയ്ക്ക, പടവല അല്ലേ. ഇവരെല്ലാവരും എന്താണ്? വള്ളിച്ചെടിയിൽ ഉണ്ടാവുന്ന ആളുകളാണ് മക്കളെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വള്ളിച്ചെടി. ഇതൊക്കെയാണ് മത്തങ്ങ, കുമ്പളങ്ങ, കോവയ്ക്ക, പാവയ്ക്ക, പടവലം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെടിയിൽ ആര് എന്നതാണ് കണ്ടെത്തേണ്ടത് അല്ലേ. ചെടിയിൽ ഉണ്ടാവുന്നവരാരൊക്കെയാണ്? വെണ്ട, തക്കാളി, വഴുതന, മുളക്, ചീര എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ളവയൊക്കെ എങ്ങനെയാണ് മക്കളെ ഉണ്ടാവാറുള്ളത്? ചെടിയിലാണ് ഉണ്ടാവാറുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പം തന്നെ മക്കൾ പഠിച്ചിരുന്നോ വള്ളിയിലുള്ളവയും അതുപോലെ തന്നെ ചെടിയിലുണ്ടാവുന്നവയുടെയും പേര്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം അല്ലേ മക്കളെ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തൊക്കെയാണ്? വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആണല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള ശരീരത്തിനായിട്ട് നമ്മൾ എന്ത് കഴിക്കണം? കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ. അപ്പം അതാണ് കൂട്ടുകാരെടുത്ത് പറഞ്ഞത്, പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരും അല്ലേ. നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് നല്ലത്? പച്ചക്കറികൾ കഴിക്കുന്നതാണ് നല്ലത് അല്ലേ. ആരോഗ്യം കുറഞ്ഞാൽ, ആരോഗ്യം ഇല്ലാതെയായാൽ നമുക്ക് എന്ത് വരും മക്കളെ?
അസുഖം വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ആഹാരം കഴിക്കുന്ന സമയത്ത് കൂടുതൽ പച്ചക്കറികളെല്ലാം നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും എന്ത് ചെയ്യണം? പച്ചക്കറികൾ ധാരാളം കഴിക്കണം. കേട്ടിട്ടുണ്ടോ മക്കളെ? ഓക്കെ, ഇനി നിങ്ങൾക്ക് പാടി രസിക്കാൻ അവിടെ ചെറിയൊരു 4 വരി പാട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. ചൊടിയൊടു നട്ടു നനപ്പൂ കുട്ടികൾ, തൊടിയിൽ കൊച്ചു കറിത്തോട്ടം, ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിന് കൂട്ടാൻ പല കൂട്ടം. ഇത് നിങ്ങൾക്ക് കൂട്ടുകാരുമൊത്ത് പാടി രസിക്കാനായിട്ട് തന്നിട്ടുള്ള ഒരു 4 വരി പാട്ടാണ്. ഒരിക്കൽ കൂടി നോക്കിക്കേ മക്കളെ. ചെടിയോടു നട്ടു നനപ്പൂ കുട്ടികൾ, എല്ലാവരും മിസ്സിനോടൊപ്പം പാടിക്കേ. ചൊടിയോടു നട്ടു നനപ്പൂ കുട്ടികൾ, തൊടിയിൽ കൊച്ചു കറിത്തോട്ടം, ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിന് കൂട്ടാൻ പല കൂട്ടം. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കൾ പാടി നോക്കുക കേട്ടോ. പറ്റുന്ന കൂട്ടുകാരൊക്കെ മിസ്സിനത് വോയിസ് റെക്കോർഡായിട്ട് അയച്ചു തരികയും വേണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തോട്ട് പോകാം അല്ലേ. അടുത്തത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ള പ്രവർത്തനമാണല്ലേ, പച്ചക്കറി കൊണ്ട് ചിത്രമുണ്ടാക്കാം. എന്താണ് മക്കളെ? പച്ചക്കറി കൊണ്ട് ചിത്രമുണ്ടാക്കാം. വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാനായിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടില്ല മക്കളെ. നമ്മൾ ഈ വെണ്ട അതുപോലെ തന്നെ പൊട്ടറ്റോ തുടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പല പല ചായത്തിലല്ലേ, പല പല പെയിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? മുക്കിയെടുത്തിട്ട് നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിലോ എന്തെങ്കിലും തുണിയിലൊക്കെ നമ്മൾ പതിപ്പിച്ച് എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള വെജിറ്റബിൾ പ്രിൻറ്റിങ് നമ്മൾ ചെയ്യാറുണ്ടല്ലേ. നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ടില്ലേ. അപ്പം അത്തരത്തിൽ കൂട്ടുകാർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്പേസ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ട് മക്കൾ ഇത്തരത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ തയ്യാറാക്കാനായിട്ട് നോക്കുക. മിസ് അതിൻ്റെ 1-2 മോഡൽ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കേ മക്കളെ. ഒന്ന് മിസ് ഇതാ ചെറിയൊരു ഫ്ലവർ പോട്ട് പോലെ മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്ക് അവിടെ നിങ്ങൾക്ക് കാണാമല്ലേ, ഇതാ ഇവിടെ ഈ ഒരു പൂ ഉണ്ടാക്കുന്നത് പല നിറത്തിലുള്ള പൂക്കളാണല്ലേ. എന്തുകൊണ്ടാണ് മക്കളെ അത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏത് വെജിറ്റബിൾസ് യൂസ് ചെയ്തിട്ടാണ്? നമുക്ക് വെണ്ട അല്ലേ, വെണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കളറിൽ മുക്കിയെടുക്കുന്ന സമയത്ത് മക്കൾക്ക് ഇത്തരത്തിൽ ഒരു ഡിസൈനാണ് കിട്ടുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? ലീഫ് മക്കൾക്ക് അതിലേക്ക് അങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഫ്ലവേഴ്സ് മക്കൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെയും 1-2 മോഡൽസ് മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കി, ഇതൊക്കെ കണ്ട മക്കൾ നമുക്ക് ഒനിയൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒനിയൻ നമ്മുടെ ഉള്ളി എന്ത് ചെയ്യുക? അങ്ങനെ നടുവിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? പിന്നെ ഇതൊക്കെ നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പൊട്ടറ്റോ വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്തരത്തിൽ ഈ ഡിസൈൻ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ കുറച്ച് പരിചയമുള്ള കൂട്ടുകാർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ നിങ്ങൾ ഈസി ആയുള്ളത് ചെയ്താൽ മതി. നമ്മളിപ്പോൾ വെണ്ടേണ്ടത് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ വെണ്ടയോ അല്ലെങ്കിൽ മക്കൾക്ക് അവൈലബിൾ ആവുന്ന മറ്റേതെങ്കിലും ഒരു വെജിറ്റബിൾ എടുത്തിട്ട് മക്കൾ എന്ത് ചെയ്യുക? ചെറിയൊരു ഫ്ലവറോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പേപ്പറിൽ ചെയ്താൽ മതി കേട്ടോ. പേപ്പറിലോട്ട് പതിച്ചിട്ട് മിസ്സിന് എന്ത് ചെയ്യണം? ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. നമ്മുടെ ഗ്രൂപ്പിലോട്ട് മക്കളുടെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ട് എല്ലാവരും ചെയ്തിട്ട് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. നിങ്ങളുടെ സ്കൂളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മക്കൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യൂ കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊന്ന് ബട്ടർഫ്ലൈ കേട്ടോ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ബട്ടർഫ്ലൈ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലോട്ട് പോവാം കേട്ടോ. അവിടെ നമുക്ക് ഇനി കുറച്ച് ഭാഗങ്ങളൂടെ ഉണ്ട്, ചെറിയൊരു കഥ കൂടി ഉണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ. ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ എന്നതാണല്ലേ. ഓക്കെ മക്കളെ, എന്താണ് ബൈ ബൈ കുറോ ബൈ ബൈ ഡ്രോൺ എന്നുള്ള ചെറിയൊരു ഭാഗമുണ്ട് കേട്ടോ. നമുക്കൊരു സ്റ്റോറി നോക്കിക്കേ. റോഡിൻ്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു. കുറേ കുട്ടികൾ കുട്ടി റോബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. കുട്ടികൾ, നിന്റെ പേരെന്താണ്? കുട്ടി റോബോട്ട്: കുറോ. കുട്ടികൾ: കൊള്ളാം, നല്ല പേര്. നീ കളിക്കാൻ കൂടുന്നോ? കുറോ: ഞാൻ റെഡി. കുറോയും കുട്ടികളും പന്ത് കളിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഒരു കുട്ടി റോബോട്ട് എന്ത് ചെയ്യാണ്? റോഡിൻ്റെ വശം ചേർന്ന് നടന്നു വരികയാണല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? അവിടെയുള്ള മറ്റു കുറേ കുട്ടികൾ നമ്മുടെ കുട്ടി റോബോട്ടിനെ കണ്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ നമ്മുടെ ഈ കുട്ടി റോബോട്ടിൻ്റെ പേര്? കുറോ എന്നതാണല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്തു? ആ പേര് ഒത്തിരി ഇഷ്ടമായില്ലേ. അവർ നമ്മുടെ കുറോയോട് ചോദിച്ചു, നീയും പോരുന്നോ ഞങ്ങളുടെ കൂടെ കളിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ
കുറോ എന്ത് ചെയ്തു? എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ റെഡി എന്ന് പറഞ്ഞില്ലേ. എന്ത് കുറോയും കുട്ടികൾ എന്ത് ചെയ്യാണ്? അവിടെ പന്ത് കളിക്കുകയാണ്. അവിടെ മക്കൾ ബാക്കി പോർഷൻ എഴുതാനായിട്ട് മക്കൾക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, അവിടെ എന്താണ് സംഭവിച്ചത് കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ കാണാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അവിടെ എഴുതണം കേട്ടോ. നോക്കിക്കേ, പന്ത് കളി കഴിഞ്ഞ് കുട്ടികളെല്ലാം പോയപ്പോൾ കുറോയുടെ അടുത്തേക്ക് വന്ന് നായകൾ കുരയ്ക്കാൻ തുടങ്ങി. കുറോ, നിങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമായി ഭക്ഷണം കഴിക്കാത്ത പോലെയുണ്ടല്ലോ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നായകൾ, വിശക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആരും ഭക്ഷണം തരുന്നില്ല. എന്താ മക്കളെ പിന്നീട് സംഭവിച്ചത്? പന്ത് കളിയെല്ലാം കഴിഞ്ഞ് മറ്റു കുട്ടികളൊക്കെ പോയ സമയത്ത് നമ്മുടെ കുറോയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? കുറേ നായകൾ വന്നിട്ട് കുരയ്ക്കാൻ തുടങ്ങിയില്ലേ. അപ്പോൾ അവരെ കണ്ടപ്പോൾ നമ്മുടെ കുറോയ്ക്കൊരു സംശയമില്ലേ. എന്താണ്? അവരെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി ഭക്ഷണം കഴിക്കാത്ത പോലെയുണ്ട് അല്ലേ. അപ്പോൾ കുറ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് ദിവസമായോ ഭക്ഷണം കഴിച്ചിട്ട്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നായകൾ എന്ത് പറഞ്ഞു? ആരും തന്നെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നില്ല, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു മക്കളെ? നമ്മുടെ നായകൾ പറഞ്ഞു അല്ലേ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ്? നോക്കിക്കേ, കൂട്ടുകാർക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അവിടെ എന്താണ് മക്കളെ കാണാനായിട്ട് പറ്റുന്നത്? നമ്മുടെ കുറോയും അതുപോലെ തന്നെ നായകളൊക്കെ എന്തുണ്ട്? ചിത്രത്തിലുണ്ട് അല്ലേ. പിന്നെ എന്താണ് മക്കളെ? എന്തോ ഒരു സാധനം പറന്ന് വരുന്നത് കാണുന്നുണ്ട്. എന്താണ് മക്കളെ അത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തായിരിക്കും അത്? ഒരു ഡ്രോൺ ആണെന്ന് തോന്നുന്നു അല്ലേ. നോക്കിക്കേ മക്കളെ, എന്താണ് അത് സംഭവിച്ചിട്ടുള്ളത്? പിന്നീട് നമ്മുടെ ഡ്രോൺ ആരെയും കൊണ്ടാണ് പറക്കുന്നത്? ഒരു നായയും കൊണ്ടാണ് പറക്കുന്നത് അല്ലേ. അവൻ്റെ വായിൽ സഞ്ചിക്കകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യണം? അവിടെ കഥ പൂർത്തീകരിച്ചിട്ട് അവിടെ എഴുതണം. നോക്കിക്കേ മക്കളെ, അപ്പോൾ കുറോ എന്ത് പറയാണ്? നമ്മുടെ നായകളോട് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് കുറോ പറയാണ്, ഭക്ഷണം വേണമെങ്കിൽ കൃഷി ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൃഷി ചെയ്യാം, നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമോ? എന്താ നമ്മുടെ കുറോ പറഞ്ഞത്? ഭക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃഷി ചെയ്യണം അല്ലേ. കൃഷി ചെയ്യാൻ ഞാനും കൂടെ നിങ്ങളോടൊപ്പം നിൽക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോടൊപ്പം നിൽക്കണമെന്ന് കുറോ പറയാണ് അല്ലേ. അപ്പം നമ്മുടെ നായ എന്ത് പറഞ്ഞു? തീർച്ചയായും ഞങ്ങളൊപ്പം നിൽക്കാം. അകലെ ഒരു വീട്ടിൽ വിത്തുണ്ട്, പക്ഷെ ആര് കൊണ്ടുവരും? നായകൾ പറഞ്ഞില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യാം? നിൻ്റെ ഒപ്പം നിൽക്കാം, വിത്ത് എവിടെയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അകലെ ഒരു വീട്ടിലുണ്ട്, പക്ഷെ ആരാണത് കൊണ്ടുവരിക? അപ്പം നമ്മുടെ കുറോ പറയാണ്, അതിന് വിഷമിക്കേണ്ട, ഞാൻ ഡ്രോണിനെ വരുത്താം അല്ലേ. എന്താണ് പറഞ്ഞത്? ഞാൻ ഡ്രോണിനെ വരുത്താമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ നമ്മുടെ കുറോ എന്ത് ചെയ്യാണ്? ഡ്രോണിനെ വിളിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഒരു നായ ഡ്രോണിനൊപ്പം പോയി വിത്തെടുത്തിട്ട് വന്നു. എന്നിട്ട് കുറോയുടെ കയ്യിൽ കൊടുത്തു. കുറോ ഇനി ഒറ്റയ്ക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് നിലം ഉഴുതുമറിക്കാൻ തുടങ്ങി. വിത്തിട്ടു, വെള്ളമൊഴിച്ചു, വളമിട്ടു, കീടങ്ങൾ വരാതിരിക്കാൻ കീടനാശിനികൾ ഉപയോഗിച്ചു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, പാടം വിളഞ്ഞു. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ കുറോ എന്ത് ചെയ്തു? നമ്മുടെ ഡ്രോണിനെ വിട്ടിട്ട് എന്ത് ചെയ്തു? വിത്തെല്ലാം കൊണ്ടുവന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു മക്കളെ? ഇതിലെല്ലാം ഉഴുതുമറിച്ചു, വിത്തിട്ടു, പിന്നീട് വെള്ളമൊഴിച്ചു, വളമിട്ടു, കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനികൾ ഉപയോഗിച്ചു. അങ്ങനെ ഒത്തിരി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാടം എന്ത് ചെയ്തു മക്കളെ? പാടം വിളഞ്ഞൂലേ. കൂട്ടുകാർ നോക്കിക്കേ, അവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, നമ്മുടെ കുറോ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ. പാടം നിങ്ങൾക്ക് കാണാം, ഒരുപാട് വാഹനങ്ങളുണ്ട്, വളമുണ്ട് അല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ലേ. നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിൻ്റെ കരയിൽ ഡ്രോണും കുറോയും നായ്ക്കുട്ടികളും സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നു. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാടെല്ലാം നന്നായിട്ട് വിളഞ്ഞു കിടക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മുടെ പാടത്തിൻ്റെ കരയിൽ നമ്മുടെ ഡ്രോണും കുറോയും നായക്കുട്ടികളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുട്ടികൾ വീണ്ടും അവിടേക്ക് വന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ പറയാണ്, ഹായ് കുറോ, സുഖമാണോ എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ കുറോ എന്ത് പറയാണ്? ഹായ് സ്നേഹിതരെ, നിങ്ങൾക്കും അവിടെ മക്കൾ എന്ത് ചെയ്യണം? സുഖമാണോ എന്ന് വേണം ചേർക്കാനായിട്ട് കേട്ടോ. നിങ്ങൾക്കും സുഖമാണോ എന്ന് മക്കൾ അവിടെ ചേർക്കണം. ഓക്കെ മക്കളെ. കുട്ടികൾ, എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത്? കുറോ, ദേ കണ്ടോ, ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത്. കുട്ടികൾ, നല്ല വിളവുണ്ടല്ലോ. കുറോ, ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം. കുട്ടികൾ, എന്താ കുറോ? ഡ്രോൺ, വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം. കുറോ, ഈ നായകൾക്ക് എന്ന് ഭക്ഷണം കൊടുക്കണം. കുട്ടികൾ, സമ്മതം. കുറോ, ബൈ ബൈ. നായകൾ, ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. ഓക്കെ മക്കളെ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മുടെ
കുറേ കുട്ടികളൊരു കാര്യം ഏൽപ്പിച്ചുള്ളേ. എന്താണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ഈ വിളവുകളൊക്കെ നിങ്ങൾക്ക് തരാം, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഇത് തുല്യമായിട്ട് ഭാഗിക്കണം. അതുപോലെ തന്നെ ആ നായകൾക്ക് എന്നും എന്ത് ചെയ്യണം? ഭക്ഷണവും കൊടുക്കണം അല്ലേ? അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? നമ്മുടെ കുറോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? സമ്മതിച്ചു അല്ലേ? അങ്ങനെ അവസാനം നമ്മുടെ കുറോ എന്ത് ചെയ്യാണ്? തിരിച്ചു പോവുകയാണ് അല്ലേ? ഓക്കെ മക്കളെ, അപ്പം ഇതായിരുന്നു നമ്മുടെ കഥ അല്ലേ. നമ്മുടെ ഭക്ഷണം കിട്ടാതെ വരുന്ന നായകളെ ആരാണ് സഹായിച്ചത്? നമ്മുടെ കുറോയാണ് സഹായിച്ചത് അല്ലേ. കുറോയും ഡ്രോണും ഒക്കെ വന്നിട്ടാണ് അവരെ സഹായിച്ചിട്ടുള്ളത് അല്ലേ. അവരെന്ത് ചെയ്തു? കൃഷി ചെയ്തു. ആ ചെയ്ത കൃഷിയുടെ വിളവെല്ലാം അവരെന്ത് ചെയ്തു? കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് എന്തുകൂടി വാങ്ങി? എല്ലാ ദിവസവും അല്ലേ, എപ്പോഴും നായകൾക്ക് എന്നും ഭക്ഷണം കൊടുക്കാം എന്നുള്ള സമ്മതവും കുട്ടികളുടെ അടുത്ത് നിന്ന് കുറേ മേടിച്ചു. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ സ്റ്റോറി വന്നിട്ടുള്ളത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടല്ലോ മക്കളെ? അവിടെ നിങ്ങൾക്ക് മറ്റൊരു ചെറിയ പ്രവർത്തനം കൂടി പറയുന്നുണ്ട്. ഡ്രോണിനൊരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യാണ്? ഡ്രോണിന് ഒരു കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ എഴുതാവുന്നതാണ്. പ്രിയപ്പെട്ട ഡ്രോൺ, നിനക്ക് സുഖമാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. കുറോ വിളിച്ചപ്പോൾ നീ വന്നു. കൃഷി ചെയ്യാനുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരാനും വിത്തുകൾ കൊണ്ടുവരാനും നീ കുറോയെ സഹായിച്ചു. കുറോ കൃഷി ചെയ്ത പാടത്ത് നല്ല വിളവുണ്ടായിരുന്നു. എന്നും നായകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് കുറോ ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞങ്ങളിപ്പോൾ എന്നും നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം സഹായിച്ചത് നീയാണ്. നീ ഉള്ളതുകൊണ്ട് നായകളുടെ വിശപ്പ് മാറി. ഒരുപാട് സ്നേഹത്തോടെ കുട്ടികൾ. ഓക്കെ മക്കളെ, അപ്പോൾ കുട്ടികൾ ആർക്കാണ് കത്ത് എഴുതിയിട്ടുള്ളത്? ഡ്രോണിനാണ് കത്ത് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പം ഡ്രോണിനോട് അവിടെ സംഭവിക്കുന്ന വിശേഷങ്ങളും ഡ്രോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്? തിരക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ പാടത്ത് കൃഷി ചെയ്തിട്ട് നല്ല വിളവുണ്ടായ കാര്യവും വിവരവും ആരറിയിക്കുന്നുണ്ട്? ഡ്രോണിനെ അറിയിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിൽ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കത്ത് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാർക്ക് നിങ്ങളുടെ മലയാളത്തിൽ നമ്മുടെ പച്ചക്കറി തോണി എന്ന ചാപ്റ്റർ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? പാഠഭാഗം നന്നായിട്ട് തന്നെ വായിക്കുക. അതിൽ നമ്മളിന്ന് വള്ളിച്ചെടികൾ, അതുപോലെ തന്നെ ചെടികളിൽ വളരുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മക്കൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ പാഠഭാഗം എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക. പാഠഭാഗത്ത് നിങ്ങൾ കഥ പൂർത്തീകരിക്കേണ്ട ഭാഗമുണ്ട്. മിസ്സ് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ മോഡൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാം? അത്തരത്തിൽ വേണമെങ്കിൽ കഥ പൂർത്തീകരിച്ച് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ മക്കളുടെ കൺസെപ്റ്റിൽ മറ്റുള്ള രീതിയിലും കഥ എഴുതി പൂർത്തിയാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.